പൃഥ്വിരാജിന്റെ ബ്രോ ഡാഡി സിനിമയുടെ സെറ്റിൽ ബലാത്സംഗത്തിന് ഇരയായെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഹൈദരാബാദിൽ നടന്ന ഷൂട്ടിങ്ങിനിടെയാണ് സംഭവം. ഒരു ഷെഡ്യൂളിൽ അഭിനയിക്കാനെത്തിയ നടിയെ ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പീഡിപ്പിച്ചു എന്നാണ് നടി പറഞ്ഞത്. അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദിനെതിരെയാണ് ഈ നടി ആരോപണമുയർത്തിയിരിക്കുന്നത്. ഹൈദരാബാദ് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല എന്നും ഈ താരം പറയുകയാണ്. ഹൈദരാബാദ് പോലീസിന് കേരളത്തിൽ നിന്ന് പ്രഷറുണ്ടെന്നും നടി വെളിപ്പെടുത്തി. താൻ പലരോടും ഇക്കാര്യം പറഞ്ഞിരുന്നു, എന്നിട്ടും ഇയാളെ എമ്പുരാൻ സിനിമയുടെയും ഭാഗമാക്കി എന്നും നടി വ്യക്തമാക്കി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 2-3 പ്രാവശ്യം താൻ ബ്രോ ഡാഡിയുടെ സെറ്റിൽ പോയിട്ടുണ്ട്. 4ാമത്തെ പ്രാവശ്യം ഒരു ഷെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ വിളിക്കുകയായിരുന്നു. അതുകൊണ്ട് തനിക്ക് സംശയമൊന്നും തോന്നിയില്ല. ഈ സിനിമയുടെ എല്ലാ ക്രൂവുമുള്ള ഹോട്ടലിൽ നടിയും റൂം ബുക്ക് ചെയ്തു. 6 മണി ആയപ്പോൾ നടി റൂമിലെത്തി. അന്ന് ഷൂട്ടുണ്ടെന്ന് മൻസൂർ പറഞ്ഞതുകൊണ്ടാണ് നടി റൂം ബുക്ക് ചെയ്തതും. അവിടെ ചീഫ് അസോസിയേറ്റിനെയും വേറെ ചിലരെയും കാണാൻ പോകാമെന്നും റെഡിയായി ഇരിക്കാനെന്നും അറിയിച്ചു. അതനുസരിച്ച് നടി ഫ്രഷായി വന്നപ്പോൾ മൻസൂറും വന്നു. അവിടെയുള്ള 2 വിൻഡോയുടെയും കർട്ടൻ തുറന്നിട്ട് അതിനുശേഷം സംസാരിച്ച് തനിക്ക് സ്പ്രൈറ്റ് ഒഴിച്ചു തന്നുവെന്നാണ് പരാതിക്കാരിയുടെ വെളിപ്പെടുത്തൽ. സംശയമൊന്നും തോന്നിയില്ല, അതുകൊണ്ട് തന്നെ സ്പ്രൈറ്റ് കുടിച്ചു. ചോക്ലേറ്റും ഉണ്ടായിരുന്നു, എന്നാൽ അത് താൻ കഴിച്ചില്ല. പെട്ടെന്ന് തലകറക്കവും ഭയങ്കര വിറയലും വന്നുവെന്നും നടി ഓർക്കുകയാണ്. തനിക്ക് തലകറങ്ങുന്നുണ്ട്, തീരെ മേല എന്ന് താൻ പറഞ്ഞു. അപ്പോൾ തന്നോട് റെസ്റ്റ് എടുത്തോളാൻ അയാൾ പറഞ്ഞു. കുറച്ചു നേരം താൻ അവിടെ ഇരുന്നു. പിന്നെ താൻ കണ്ണു തുറക്കുന്നത് രാത്രി 11 മണിക്കാണ്. തന്നെ യൂസ് ചെയ്തു എന്ന് മനസ്സിലായി പേടിച്ചിട്ട് 50 തവണയെങ്കിലും മൻസൂറിനെ ഫോണിൽ വിളിച്ചു. പക്ഷേ അയാൾ എടുത്തില്ല എന്നും നടി വ്യക്തമാക്കുകയാണ്. അപ്പോൾ തന്നെ തന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് ഇങ്ങനെ സംഭവിച്ചു, താൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അവരെന്നോട് വെക്കേറ്റ് ചെയ്യാനും പറഞ്ഞു. പിന്നീട് വേറെ ആരെങ്കിലും വന്നാൽ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയായി പോകുമെന്ന് പറഞ്ഞു. വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഹസ്ബൻഡിനോട് താൻ ഷൂട്ടിന് പോവുകയാണ് എന്ന് പറഞ്ഞിരുന്നു, അല്ലാതെ ഈ സംഭവം പറഞ്ഞില്ല. ഹസ്ബൻഡിനെ വിളിച്ച് തനിക്ക് തീരെ വയ്യ, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. 1 മണി ആയപ്പോഴേക്കും വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് പോയി. എല്ലാ ക്രൂവും താമസിച്ചിരുന്ന ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നതും. അതുകൊണ്ട് ഒരിക്കലും തനിക്ക് സംശയം തോന്നിയിരുന്നില്ല എന്നും നടി ആവർത്തിക്കുന്നുണ്ട്. മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് നടി ഹോട്ടലിൽ റൂം എടുത്തത്. അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ നടി പോലീസിന് കൊടുത്തിട്ടുമുണ്ട്. CCTV ദൃശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. ഹൈദരാബാദ് പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് നല്ല പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞ് സിനിമയിലുള്ള കുറെ പേരോട് ഈ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എമ്പുരാന്റെ ലൊക്കേഷനിലേക്ക് പോയി. അവിടെ 1 മാസത്തോളം വർക്ക് ചെയ്തു. അവിടെയും മൻസൂർ എന്ന ഈ വ്യക്തി ഉണ്ടായിരുന്നു. പിന്നീട് താൻ വനിതാ കമ്മീഷന് പരാതി അയച്ചു. ഫെഫ്കയ്ക്കും അയച്ചു. പരാതി കൊടുത്തിട്ട് ഒരു റിപ്ലൈ അയച്ചു. അതല്ലാതെ മറ്റു പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എമ്പുരാന്റെ ഷൂട്ടിനിടയിൽ പൃഥ്വിരാജ് പില്ലേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഈ വ്യക്തിയുണ്ടെന്നും നടി പറയുന്നു. പിന്നീട് പൃഥ്വിരാജിന്റെ മാനേജറുമായി ബന്ധപ്പെട്ട് എമ്പുരാന്റെ ചീഫ് അസോസിയേറ്റുമായി ഫോണിൽ കാര്യം അറിയിച്ചു. ബ്രോ ഡാഡിയുടെ ചീഫ് അസോസിയേറ്റ് തന്നെയാണ് എമ്പുരാന്റെയും ചീഫ് അസോസിയേറ്റും. ആ വ്യക്തിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ നടി അറിയിച്ചു. ഇത് പുള്ളി അറിഞ്ഞിരുന്നില്ല. നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി ഒരാഴ്ചത്തോളം ഇയാളെ നിരീക്ഷിച്ചു. ഈ അസോസിയേറ്റ് ഡയറക്ടറിന്റെ ഫ്രണ്ടിനെ താൻ വനിതാ കമ്മീഷന് നൽകിയ മെയിലിന്റെ കോപ്പി ഇട്ടുകൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പൃഥ്വിരാജിന്റെ മാനേജർ ഈ വിവരം അറിയുന്നത്. പിന്നീട് മൻസൂറിനെ പറഞ്ഞു വിട്ടെന്നും അയാൾ കൂടുതൽ വർക്ക് ചെയ്തത് ഈ വ്യക്തിയുടെ അസോസിയേറ്റ് ആയിട്ടായിരുന്നു എന്നും നടി വെളിപ്പെടുത്തി.